Hi students, welcome to Mohan School of Maths. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ പഠിക്കുന്ന പാഠം ഏതാണ്? ന്യൂ നമ്പേഴ്സ് അല്ലേ, പുതിയ സംഖ്യകൾ. ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ ന്യൂ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു. എന്താണ് ന്യൂ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. പേജ് നമ്പർ 49 3 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ വീഡിയോയിൽ. ഇന്ന് നമ്മൾ പേജ് നമ്പർ 49 4ാമത്തെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ മോഹൻ. See, 4th question. Explain 2 different methods of drawing a square of area 13 square centimeters. So, ഇത് മനസ്സിലായല്ലോ അല്ലേ? 13 square centimeters. 13 square centimeters. Centimeter square. ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കണം. We have to draw a square of area 13 centimeter square in 2 different methods. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ, ഇത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ, കഴിഞ്ഞ 3ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചിരുന്നു. എന്ത് പഠിച്ചിരുന്നു? നമ്മൾ റൂട്ട് 11 ഏരിയ വരുന്നത് അല്ലേ, സ്ക്വയർ വരയ്ക്കാൻ പഠിച്ചു. അപ്പോൾ ആ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? We can write any even number, any odd number to x plus 1. We can write what now? X plus 1 whole square minus x square. നമ്മൾ 8th പഠിച്ചതാണ്. Any odd number to x plus 1 we can write what? X plus 1 whole square minus x square. So using this relation നമ്മൾ എന്ത് ചെയ്യുന്നു? Suppose x is equal to 6. X is equal to 6. So what is 2x plus 1? 2 into 6 is what? 12. 12 plus 1 is what? 13. So 2x plus 1 is equal to 13. So 13 is equal to x plus 1. എത്രയാണ് x? 6 അല്ലേ? അപ്പോൾ 6 plus 1 എത്രയാണ്? 7 square minus 6 square. So we can write 13 is equal to 7 square minus 6 square. ശരിയല്ലേ? What is 7 square? 49 അല്ലേ, 49 ആണ്. എത്ര? 6 സ്ക്വയർ 36 ആണ്. ഇപ്പോൾ 49 മൈനസ് 36 എത്രയാണ്? 13 ആണല്ലോ. സോ 13 ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ആയതുകൊണ്ട് 7 ഹൈപ്പോട്ടിന്യൂസും 6 ബേസുമായിട്ട് എന്ത് വരയ്ക്കാം? ഒരു ട്രയാങ്കിൾ വരച്ചാൽ 7 ഹൈപ്പോട്ടിന്യൂസും 6 ബേസുമായിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചാൽ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 13 വരും. വരച്ച് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്രോ എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് വാട്ട്? 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഡ്രോ എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് ലെങ്ത് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, നൗ ഡ്രോ വാട്ട്? എ പെർപെൻഡിക്കുലർ. ഓക്കെ, ലംബം വരയ്ക്കുന്നു കേട്ടോ. യൂസിങ് പ്രൊട്രാക്ടർ ഡ്രോ വാട്ട്? എ പെർപെൻഡിക്കുലർ. ഓക്കെ, എനി ലെങ്ത്. നൗ 7 square. 7 is what? No, hypotenuse. So from this point, take 7 and what? Draw an arc. Using compass, from here, take 7 and what? Cut an arc. Then join this. Okay. So this is what? 7 centimeter. So this ABC is a right triangle. ABC is what? A right triangle in which AB is what? 6 centimeter and this AC is what? 7 centimeter. So by Pythagoras theorem, 7 square minus 6 square is equal to what? Square of this side. So this side is square root of 13. Square root of 13. So this is the side of the square we have to construct. We can what? Extend this side. Produce. Taking this length. Root 13 ആണ്. ഈ ലെങ്ത് നമ്മൾ എടുക്കുന്ന കോമ്പസിൽ just draw what? An arc here. Okay, here we draw an arc here. The same distance we can take what? From here also draw an arc. Okay, and see again taking the same distance in compass and what? Cut this arc. Okay, so what? Join this, we'll get what? A square. Okay, this square, what side? Side is root 13. So what is the area? The area of this square is equal to what? 13 square centimeter. So this is the required square. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ സ്ക്വയർ എന്താണ്?
13 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം എന്ത് ഏരിയ പരപ്പളവ്. അപ്പോൾ ഇതാണെന്ത് 13 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള സമചതുരം. സോ ദിസ് ഈസ് വൺ മെത്തേഡ്. നൗ they asked to do what? There are two different methods. രണ്ട് വ്യത്യസ്ത രീതികളിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് അല്ലേ 13 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കണം. ഒരു മെത്തേഡ് പഠിച്ചല്ലോ. ഇനി രണ്ടാമതൊരു മെത്തേഡാണ്. നമുക്ക് 13 ഒരു പ്രത്യേകത ഉണ്ട്. 13 എന്ന് പറഞ്ഞാൽ 9 + 4 ആണല്ലോ. ആണോ അല്ലയോ? അല്ലേ? 9 + 4 ആണെന്ത് 13. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് 9 + 4 എഴുതിയത്? 8 + 5 എഴുതിക്കൂടെ? അല്ലേ? അതായത് 7 + 6 എഴുതിക്കൂടെ? അത് പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഒരു പൂർണ്ണവർഗമാണ്. 4 തന്നെയാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ 13 വി ക്യാൻ റൈറ്റ് സം ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 13നെ രണ്ട് പൂർണ്ണവർഗങ്ങളുടെ തുകയായിട്ട് എഴുതാം. ഒന്ന് 9ഉം എന്താണ് 4. നോക്കൂ, 9 എന്താണ് 3 സ്ക്വയർ ആണ്, 4 എന്താണ് 2 സ്ക്വയർ ആണ്. സോ 13 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന അർത്ഥത്തിലാണെങ്കിൽ 3 സെൻറ്റിമീറ്റർ പാദവും 2 സെൻറ്റിമീറ്റർ ലംബവുമായിട്ട് എന്ത് വരച്ചാൽ ഒരു ത്രികോണം വരച്ചാൽ, if you draw a triangle with the base 3 cm and altitude 2 cm, its hypotenuse will be square root of 13 ആയിരിക്കും. This also we can write like this: square root of 13 the whole square. 13 is equal to what? Square root of 13 സ്ക്വയർ ആണെന്ന് 13. ഓക്കെ, ഇങ്ങനെ എഴുതാം വേണമെങ്കിൽ കേട്ടോ. ഇങ്ങനെ എഴുതാം. നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ, 3 ആണ് ബേസ്, 2 ആണെന്ത് ഓൾട്ടിറ്റ്യൂഡ്, ഇതാണെന്ത് ഹൈപ്പോട്ടനസ്. ഞാൻ എന്ത് ചെയ്യുന്നു 3 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു ബേസ് ആക്കിയിട്ട് കേട്ടോ. 3 സെൻറ്റിമീറ്റർ ബേസ്. ഇനി എന്താ വേണ്ടത്? 2 എന്താണ് ഓൾട്ടിറ്റ്യൂഡ് ലംബം. നമ്മൾ എന്ത് ചെയ്യുന്നു പ്രൊട്രാക്ടർ വയ്ക്കുന്നു, പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇതെത്രയാണ് 3, ഇതെത്രയാണ് 2. ഓക്കെ, 2 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് 2 സെൻറ്റിമീറ്റർ. അപ്പം 3 സെൻറ്റിമീറ്റർ ബേസും 2 എന്താണ് ഓൾട്ടിറ്റ്യൂഡ്. 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു വാട്ട്? So this is the hypotenuse. So what is the hypotenuse? Hypotenuse എന്തായിരിക്കും square root of 13. Okay. So 3 square plus 2 square is equal സെൻറ്റിമീറ്റർ ആണ്. 3 square plus 2 square is equal to what? Square root of 13 square. So this is what? Square root of 13. ഈ ലെങ്ത് എത്രയാണ്? Square root of 13. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് ഓഫ് 13 എന്ന ലെങ്ത് എന്താവണം? ഈ ലെങ്ത് സൈഡ് ആക്കിയിട്ട് നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു സ്ക്വയർ വരയ്ക്കുക. എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ പ്രൊട്രാക്ടർ വയ്ക്കുന്നു, എന്ത് വരയ്ക്കുന്നു? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടർ വയ്ക്കുന്നു, ഡ്രോ ഔട്ട് എ പെർപെൻഡിക്കുലർ. ഓക്കെ, ഒരു ലംബം വരയ്ക്കുന്നു, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? ലംബം വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതാണ് അളവ് കേട്ടോ. ഇവിടുന്ന് ഇവിടെ ഒരു അളവ് എടുക്കുക, കോമ്പസ് എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഡ്രോൺ ആർക്ക്, ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരയ്ക്കും. അപ്പോൾ നമ്മൾ എന്ത് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ദിസ് ഈസ് എ സ്ക്വയർ. ദിസ് ഈസ് എ സ്ക്വയർ. Its side is what? Side is root 13. Side root 13 ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ 13 ആയിരിക്കും. So the area of this square is what? 13 centimeter square. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു സമചതുരം വരയ്ക്കാം. 13 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു സമചതുരം നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. പഠിച്ചല്ലോ. ഇപ്പോൾ രണ്ട് വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മൾ എന്ത് വരച്ചു? സമചതുരം വരച്ചു. അടുത്ത ഏരിയ എന്താണ്? 13 സെൻറ്റിമീറ്റർ സ്ക്വയർ. Now, question number 5. Find 3 fractions larger than root 2 and less than root 3. Larger than root 2 and what? Less than root 3. Root 2-നേക്കാൾ വലുതും root 3-നേക്കാൾ ചെറുതുമായ 3 ഫ്രാക്ഷൻസ്, 3 ഭിന്നസംഖ്യകൾ എഴുതണം. ഓക്കെ, root 2-നേക്കാൾ എന്താവണം? വലുതും എന്നാൽ റൂട്ട് 3-നേക്കാൾ ചെറുതുമായ റൂട്ട് 2-ൻ്റെയും റൂട്ട് 3-ൻ്റെയും ഇടയിലുള്ള 3 ഫ്രാക്ഷൻ. വി ഹാവ് ടു റൈറ്റ് 3 ഫ്രാക്ഷൻസ് ഇൻ ബിറ്റ്വീൻ റൂട്ട് 2 ആൻഡ് റൂട്ട് 3. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വി നോ ദാറ്റ് root 2 is approximately equal to what? 1.414 etc.
we can write only one decimal place, 1.4. Okay, and what is root 3? Root 3 is approximately equal to what? 1.7. Okay, the value of root 2 in one decimal place, ഒരു ദശാംശ സ്ഥാനത്തിന് കറക്റ്റായിട്ട് എഴുതിയാൽ എത്താണ് റൂട്ട് 2? 1.4 ആണ്. റൂട്ട് 3യുടെ വാല്യൂ ഒരു ഡെസിമൽ പ്ലേസ് കറക്റ്റായി എഴുതിയ എന്താണ്? 1.7 ആണ്. നമുക്ക് റൂട്ട് 2നും റൂട്ട് 3നും ഇടയ്ക്ക് എന്ത് എഴുതണം? 3 ഫ്രാക്ഷൻസ് എഴുതണം. അതായത് 1.4നും 1.5നും ഇടയ്ക്ക് വരുന്ന എന്ത് ചെയ്യുക? 3 ഫ്രാക്ഷൻസ്. ഈസി അല്ലേ? 1.4നേക്കാൾ വലുത് നോക്കൂ, 1.5 അല്ലേ? 1.5 എന്താണ്? 1.4നേക്കാൾ വലുതാണ്. 1.6 എഴുതി കൂടെ? 1.7 എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഇവിടെ 1.7 ഇവിടെ 1.7 അല്ലേ? റൂട്ട് 3ന്റെ വാല്യൂ 1.73 ഒക്കെ ഉണ്ട് അല്ലേ? 3 ഒക്കെ അല്ലേ? 3.2 ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? ഇവിടെ 1.41 ഒക്കെ വരുന്നുണ്ട്. സോ 1.5 എന്നത് 1.4നേക്കാൾ കൂടുതലാണ്. 1.6 എന്താണ്? 1.4നേക്കാൾ കൂടുതലാണ്. 1.7 എന്താണ്? 1.4നേക്കാൾ കൂടുതലാണ്. ഇവിടെ 1.73 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളൂ? 7 ഉള്ളൂ അല്ലേ? എന്താണ്? ഈ 1.7 എന്താണ്? 1.73യേക്കാൾ ചെറുതാണ്. അപ്പോൾ ഈ 3 ഡെസിമൽ നമ്പേഴ്സ്, ദീസ് ആർ 3 ഡെസിമൽ നമ്പേഴ്സ് greater than 1.4, less than 1.732. That means these 3 decimals are in between root 2 and root 3. But in question, they ask to write what? Fractions ആണ് അല്ലേ? നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭിന്നസംഖ്യ എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ എല്ലാ ഡെസിമൽ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഭിന്നസംഖ്യകളാക്കി മാറ്റി എഴുതാം. നമുക്ക് ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതാം. 1.5 നമുക്ക് എന്ത് എഴുതാൻ നോക്കൂ? 1.5 എന്ന് പറഞ്ഞാൽ 15/10 ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? 1.5 എന്താണ്? 15/10. What is 1.6? It is 16/10 ആണ്. What is 1.7? It is 17/10 ആണ്. So 15/10, 16/10, 17/10 are 3 fractions in between root 2 and root 3. Okay, understand? 15/10, 16/10, 17/10 are 3 fractions. 3 ഭിന്നസംഖ്യകളാണ് in between root 2 and root 3. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ റൂട്ട് 2ൻ്റെയും റൂട്ട് 3 ഇടയിലുള്ള ധാരാളം എന്തെഴുതാം? ഭിന്നസംഖ്യ എഴുതാം. വി ക്യാൻ റൈറ്റ് ഇൻഫിനൈറ്റ്ലി മെനി ഫ്രാക്ഷൻസ് ഇൻ ബിറ്റ്വീൻ റൂട്ട് 2 ആൻഡ് റൂട്ട് 3. അപ്പോൾ ഈ ചോദ്യത്തോടു കൂടി നമ്മൾ ഈ പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത ഹെഡിങ്, അടുത്ത ഭാഗം പഠിക്കാം. ഓക്കെ, നൗ വി ആർ ഡിസ്കസിങ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, കൂട്ടലും കുറയ്ക്കലും. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പറുകൾ വരുന്ന അഡീഷനും സബ്ട്രാക്ഷനും, കൂട്ടലും കുറയ്ക്കലും. We consider a triangle. In this triangle, see, the base is 1 meter and the altitude is also what? 1 meter. Otherwise, the length of the perpendicular sides are what? 1 meter each. പാദം 1 മീറ്റർ ആണ്, ലംബം എന്താണ്? 1 മീറ്റർ ആണ്. അല്ലെങ്കിൽ ലംബ വശങ്ങൾ എത്രയാണ്? ഓരോ മീറ്റർ. അപ്പോൾ ഇത് രണ്ടും 1 മീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്? റൂട്ട് 2 മീറ്റർ ആയിരിക്കും. സംശയമൊന്നുമില്ല. കാരണം 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എത്ര കിട്ടുക അല്ലേ? നമുക്ക് റൂട്ട് 2 മീറ്റർ. ഇനി വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം. സി, പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു വാട്ട്? സം ഓഫ് ദ സൈഡ്സ് അല്ലേ? വശങ്ങൾ തമ്മിൽ കൂടണ്ടേ? ഇവിടെ എത്രയാണ്? 1 മീറ്റർ ആണ്, പ്ലസ് 1 മീറ്റർ ആണ്, പ്ലസ് എന്താണ്? റൂട്ട്. ഇതാണ് എന്താ? ചുറ്റളവ് അല്ലേ? ഈ വശവും പ്ലസ് ദിസ് സൈഡ് പ്ലസ് ദിസ് സൈഡ്, 1 പ്ലസ് 1 പ്ലസ് റൂട്ട്. നമുക്ക് 1 പ്ലസ് 1 എത്രയാണ്? 2 എന്നറിയാം, പ്ലസ് റൂട്ട്. ഇങ്ങനെ കിട്ടി 2 പ്ലസ് റൂട്ട് 2. ദാറ്റ് മച്ച് മീറ്റർ എന്ന് എഴുതാം അല്ലേ? ഇനി ക്യാൻ യു ആഡ് ദീസ് 2? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ക്യാൻ യു ആഡ് 2 ആൻഡ് റൂട്ട് 2? നമുക്ക് ഈ 2 എന്ന സംഖ്യയെയും ഈ റൂട്ട് എന്ന സംഖ്യയും തമ്മിൽ ആഡ് ചെയ്യാൻ സാധിക്കുമോ? കൂട്ടാൻ സാധിക്കുമോ? ഇവിടെ നമുക്ക് 2 എന്താണ്? ഒരു ഇൻറ്റിജറാണ് അല്ലേ? ഒരു പൂർണ്ണസംഖ്യയാണ്.
റൂട്ട് എന്താണ്? ഇറ്റ് ഈസ് എൻ ഇറാഷണൽ നമ്പർ ആണ്, ഒരു അഭിന്നകമാണ്. ഇവ തമ്മിൽ നേരിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. സോ വാട്ട് ക്യാൻ വി ഡു? സോ ദിസ് ഈക്വൽ ടു 2 പ്ലസ് ദ വാല്യൂ ഓഫ് റൂട്ട് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ വാല്യൂ ഓഫ് റൂട്ട് 2 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.4 അല്ലേ? നമുക്ക് ഒരു ഡെസിമൽ പ്ലേസ് മതിയെങ്കിൽ 1.4. ഇഫ് യു വാണ്ട് 2 ഡെസിമൽ പ്ലേസ് 1.41. നമുക്ക് ഇവിടെ റൂട്ടിന് വാല്യൂ കൊടുക്കാം 1.4 എന്ന് കൊടുക്കാം. 1 പ്ലേസ് ആണ് മതിയെങ്കിൽ, ഇഫ് യു നീഡ് ഓൺലി 1 ഡെസിമൽ പ്ലേസ് 1.4. 2 പ്ലസ് 1.4 ഇനി നമ്മൾ ആഡ് ചെയ്യുക. 2 പ്ലസ് 1.4 ആഡ് ചെയ്ത് നോക്കാം അല്ലേ? 2 ഉണ്ട്. 2 മീൻസ് വാട്ട്? 2 മീൻസ് 2.0. ഏതൊരു നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? 2.0 എന്ന് എഴുതാം. ആൻഡ് വാട്ട്? 1.4. So when adding, we'll get what? 3.4. So the answer is what? 3.4 meter. 3.4 meter. The answer is what? Approximately. Remember that it's approximately equal to what? 3.4 meter in 1 decimal. So this is the perimeter. Now we consider another triangle. See another right triangle with the one side is what? Root 2 meter. This side is 1 meter. So this side is what? Root 3 meter. No doubt. Okay. If this side is root 2 and this side is 1, surely what? This side is root 3. So what is the perimeter? Perimeter is equal to sum of the sides. Root 2 and plus 1 and plus what? Root 3. Root 2 plus 1 plus root. Here, see, here this is root 2. ഒരു അഭിന്നകമാണ്. It's an irrational number. 1 is an integer ആണ്. Root 3 again what? An irrational number. So this right 1 we can write first. Okay, this one I write. Okay, 1 plus. What is the value of root 2? The value of root 2 is 1.4 approximately. What is the value of root 3? It is 1.7 approximately. In 1 decimal place. Okay. In and question they will ask, write the answer in 1 decimal place. So you write what? 1 place. Sometimes they ask what? Write in 2 decimal place. So you write what? 2 place. Now here root 2 is what? 1.4. Root 3 is what? 1.7. Now can you add this? See 1.4, 1.7 plus what? 1, 1.0, 1.4, 1.4 plus 1.7 plus what? 1 means what? 1.0. 4 plus 7, 11. 1 is the remainder. 1 plus 1, 2, plus 1, 3, plus 1 is what? 4. So what answer is what? Approximately, the answer is approximately what? 4.1 meter. So the perimeter is what? 4.1 meter. Similarly, so this way we can add what to irrational numbers. Now sometimes see root 3 minus root 2. Sometimes in any question is coming like this, root 3 minus root 2. We have to subtract. So same as before, what is root 3? Approximately 1.7 minus what? Root 2 is what? 1.4. So 1.7 minus 1.4. We can subtract 1.7 minus what? 1.4. 7 minus 4 is what? 3. 1 minus 1 is what? 0. So the answer is what? Approximately equal to what? 0.3. Okay. So this way we can add what to fractions. Sorry, we can add what to irrational numbers, or we can subtract what to irrational numbers. So we can continue next class. So thank you very much for watching my video.